നമസ്കാരം, മീറ്റി മലയാളത്തിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച നമ്മുടെ ഓഹരി വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ചില ഓഹരികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തങ്ങളുടെ നിക്ഷേപകർക്ക് അധിക ലാഭം നൽകുന്ന ബോണസ് ഷെയറുകളും സ്റ്റോക്ക് സ്പ്ലിറ്റുകളും പ്രഖ്യാപിച്ച 3 കമ്പനികളുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബോണസും സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ച വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കമ്പനികളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. അവയുടെ ബിസിനസ് രീതികളും ഫൈനാൻഷ്യൽ റേഷ്യോകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി ടൈറ്റൻ ബയോടെക് ലിമിറ്റഡിനെ കുറിച്ച് നോക്കാം. ബയോളജിക്കൽ ഉൽപ്പന്നങ്ങളും ലബോറട്ടറി കെമിക്കൽസും നിർമ്മിക്കുന്ന ഈ കമ്പനി 1.5 എന്ന അനുപാതത്തിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരി ഇനി 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഓഹരികളായി മാറും. ഫെബ്രുവരി 20-നാണ് ഇതിന്റെ എക്സ് ഡേറ്റ് വരുന്നത്. ഏകദേശം 916 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് വളരെ മികച്ചതാണ്. ഇവിടെ സ്റ്റോക്ക് PE 13.4 ആണ്. സെക്ടർ PEയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ആകർഷകമാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.4%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 17%, തുടരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കമ്പനിയുടെ ഡെപ്റ്റ് തന്നെയാണ്. വെറും 0.04 ആണ് അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അതായത് ഏതാണ്ട് ഒരു കടരഹിത കമ്പനിയാണ് നമുക്ക് പറയാം. രണ്ടാമത്തെ കമ്പനി റിദ്ധി സ്റ്റീൽ ആൻഡ് ട്യൂബ് ലിമിറ്റഡ് ആണ്. 1.2 എന്ന അനുപാതത്തിലാണ് ഇവർ ബോണസ് ഷെയറുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കയ്യിലുള്ള ഓരോ 2 ഓഹരിക്കും ഒരു അധിക ഓഹരി ലഭിക്കും. ഫെബ്രുവരി 17-നാണ് ഇതിന്റെ എക്സ് ഡേറ്റ് വരുന്നത്. 327 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഈ സ്മോൾ ക്യാപ് കമ്പനിയുടെ സ്റ്റോക്കിന്റെ PE 43.2 ടൈംസ് ആണ്. അവരുടെ ROE 15.1%, ROCE 13.4%. സ്റ്റീൽ പൈപ്പുകളുടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 3.53%. നിക്ഷേപകർക്ക് ഗുണകരമായ രീതിയിൽ ഓഹരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത്. മൂന്നാമതായി വരുന്നത് ബാസൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ്. ഈ കമ്പനി 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഷെയറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഒരു ഓഹരിക്ക് ഒരു ഓഹരി സൗജന്യമായി ലഭിക്കും. ഫെബ്രുവരി 18-നാണ് ഇതിന്റെ എക്സ് ഡേറ്റ്. വെറും 26.2 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു മാക്രോ ക്യാപ് കമ്പനിയാണിത്. ഇതിന്റെ ഫൈനാൻഷ്യൽസ് പരിശോധിച്ച ROE 3.04%, ROCE 3.79%. സ്റ്റോക്കിന്റെ PE 12.8 ടൈംസ് ആണ്. ചെറിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിൽ നിക്ഷേപിക്കുമ്പോൾ ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടെന്ന കാര്യം നിക്ഷേപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഈ 3 കമ്പനികളുടെയും ബിസിനസ് മോഡലുകളും ഭാവി വളർച്ചാ സാധ്യതകളും സ്വന്തം നിലയിൽ വിലയിരുത്തണം. ബോണസും സ്പ്ലിറ്റും വഴി ഓഹരികളുടെ എണ്ണം കൂടുമെങ്കിലും മൊത്തം നിക്ഷേപ മൂല്യം അതനുസരിച്ച് വിപണിയിൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത്തരം കമ്പനികളുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം.